ഡോക്ടറെ, അപ്പോൾ ഡോക്ടറുടെ കാര്യം അങ്ങ് സെറ്റായി. ആകെ ഉണ്ടായിരുന്ന മോളുടെ കല്യാണം കഴിഞ്ഞു. മരുമകനാണെങ്കിൽ ഡോക്ടർ. ഇനി രണ്ടുപേരെ ആ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഡെയിലി വൈകുന്നേരം ഇതുപോലെ 2 ആഴ്ച ഹാപ്പി ആയിട്ട്. എന്റെ പൊന്ന് ജോണ, ഇതൊക്കെ പറയാൻ എളുപ്പമാ. ഇനി അങ്ങോട്ട് എന്റെ റെസ്പോൺസിബിലിറ്റീസ് കൂടത്തേ ഉള്ളൂ. അതെന്തോന്ന്? നമ്മുടെ മരുമോൻ പയ്യൻ ഒരു നല്ല ബിസിനസ് പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ്. എന്നാ പരിപാടി എന്ന് വെച്ചാൽ 4 സ്റ്റേറ്റുകളിലായിട്ട് SMT ഗ്രൂപ്പ് ഓഫ് മെറ്റേണിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞൊരു ചെയിൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റും. ഇവനല്ല അവിടെ പോയിട്ട് എല്ലാം ശരിയാക്കി കൊടുക്കുന്നത്. അല്ല ഡോക്ടറെ, അതിന്റെ ഫുൾ പരസ്യം നമുക്കാണല്ലോ അല്ലേ? ഏതിന്റെ? ഏതായാലും 4 തുറക്കാൻ പോവല്ലേ, എന്തായാലും നമ്മുടെ ആവശ്യമുണ്ട്. ഈ അടുത്തിടെ ജോണിന്റെ ഒരു ചെത്ത് കമ്പിയുടെ പരസ്യം ചെയ്തിട്ടുണ്ട്. ജോണെ, നീ ഒന്ന് പറഞ്ഞു കൊടുത്തേടാ. അത് അടിപൊളിയാണ്, അടിപൊളിയാണ്. അടുത്ത ആഴ്ച നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോവാ. ശരിയാക്കാവുന്നേ നോക്ക്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. പണ്ട് ലോകം മുതൽ നമ്മളാ ചെയ്തേക്കണേ, നമുക്ക് തന്നെ അത് തരണം. നമുക്ക് നോക്കാം. നീ കഴിക്ക്. എന്നാലും നീ അങ്ങ് വലിയ കൊച്ചായി പോയല്ലോടി. സാരിയൊക്കെ എടുത്ത് കാണാൻ എന്നാ ഭംഗിയാ. നമുക്ക് ഇവളെ പിടിച്ച് കെട്ടിക്കണ്ടായോ എൽസി? അതിനത് ഇവക്കൂടെ തോന്നണ്ടേ? ഇവക്ക് അങ്ങനെ ഒരു വിചാരവേ ഇല്ല. നിങ്ങൾക്ക് ഇത് തന്നെയുള്ളോ സംസാരിക്കാൻ? മിണ്ടി അടുത്ത കല്യാണക്കാര്യം പറഞ്ഞോളാം. അന്നേ. ഓ അല്ല, ഞാന് മോളെ വിളിച്ചതാ. ഞാൻ മോളെ, നീ പോയി എനിക്കൊരു ഐസ്ക്രീം എടുത്തോണ്ട് വന്നേ. നിങ്ങൾ അച്ചാറ് മുക്കി അടിക്കാ മതി. ചുമ്മാ റെഡി. പിന്നല്ലാണ്ട്. അല്ലെങ്കിൽ തന്നെ ദേ പോയി ദാ വന്നു പറഞ്ഞു ഷുഗർ. അങ്കിൾ ഇത് കഴിച്ചോ, ഞാൻ വേറെ എടുത്തോളാം. കണ്ടോ, നമ്മളൊരു സാധനം ആഗ്രഹിച്ച വഴിയെ കിട്ടി. ഇവൻ മിടുക്കനാ. മോനെ ഈശോ, ഞാൻ എന്നാ പറയണേന്ന് വെച്ച് കഴിഞ്ഞാ, എന്റെ കമ്പനിയിൽ എപ്പോഴും ഒരു കസേര നിനക്ക് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എടാ ജോണേ, നോക്കിയേ, ക്രിയേറ്റീവ് ഡയറക്ടറുടെ കസേര. അത് നിന്റെ മോനുള്ളതാണ്. ഓ എന്റെ പൊന്നങ്ങളെ, ഞങ്ങൾ അവിടെ ഈ ടെക്നോളജി, ഫാഷൻ ബ്രാൻഡ്സ് ഒക്കെ ചെയ്ത് പരിചയിച്ചവരാ. ഈ ചരമക്കോളം, കക്കൂസ് കഴുകുന്ന ലോഷൻ, ഇതൊക്കെ എങ്ങനെയാന്ന് ശീലമില്ല. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയേ? എന്നാ ഞാനും ഇച്ചിരി ഐസ്ക്രീം എടുത്ത് വെച്ച് വരാം. ഓ വേണ്ടെങ്കിൽ വേണ്ടാവേ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നാ തിരിച്ചു പോന്ന്? അന്ന് രാത്രി തന്നെ പോവും. അവിടെ ഇൻഫോസിസിലല്ലേ? അല്ല, ഞാനിപ്പോ ITCയിലേക്ക് മാറി. കോറമംഗല ഇലക്ട്രോണിക് സിറ്റി. ഞാൻ ഇടയ്ക്ക് എന്തിനോ വിളിക്കണം എന്ന് വിചാരിച്ചാ, പിന്നെ ആ സമയത്ത് എന്നെ നമ്പർ ഇല്ലായിരുന്നു. അത് ശരി. നിങ്ങൾ രണ്ടാളും ഇത്രയും കാലം ബാംഗ്ലൂർ ഉണ്ടായിട്ട് നിങ്ങളുടെ നമ്പർ ഇല്ലേ? ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കേണ്ടി വന്നാൽ എങ്ങനെ? നീ ഒക്കെ നമ്പർ കൊടുത്തേ. ഞാൻ കൊടുക്കാം. അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും നമ്പർ കൊടുത്തേ. 95393322. നിർത്തി പറഞ്ഞു കൊടുക്ക്. 9539332222. പിന്നെ ഒരു 22. അതെ, ഞാൻ നമ്മുടെ അന്നയെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അവളങ്ങ് പെട്ടെന്ന് കയറി വളർന്ന് സുന്ദരി കുട്ടിയായിപ്പോയി. സാരിയൊക്കെ ഉടുത്ത് കാണുമ്പോ നല്ല ഭംഗിയുണ്ട്. ഇച്ചായ, നമുക്കവളെ ഇവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? ബെസ്റ്റ്, അത് ബെസ്റ്റ്. എടാ, അവളുടെ അപ്പം കുര്യൻ ഇവളെ പ്രീ ഡിഗ്രിക്കും ചേർത്ത് 5 വർഷം പുറകെ നടന്ന് പ്രേമിച്ചതാ. എന്നിട്ട് ഇവൾ അവനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാഞ്ഞതും പോരാഞ്ഞിട്ട് അവന്റെ അപ്പനെയും കൂട്ടി അവൻ പെണ്ണി ചോദിക്കാൻ ഇവളുടെ വീട്ടിൽ ചെന്നപ്പം നിന്റെ അപ്പൻ എന്നാടി പറഞ്ഞേ? പുത്തൻ പണക്കാരനെന്ന്. അതിന്റെ ചൊരുക്ക് അവന്റെ മനസ്സിൽ ഇപ്പോഴും കാണും. പോയിച്ചായ, അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ. അതൊക്കെ ഇപ്പൊ ആരാ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്? മനസ്സിൽ വെക്കാഞ്ഞിട്ടാണോ അവന് കൊച്ചുണ്ടായപ്പോ നിന്റെ പേര് തന്നെ ഇട്ടത്? ഓ, നിങ്ങൾ രണ്ടാളും കൂടെ തല്ല് പിടിക്കണ്ട. അവളല്ലേ എനിക്ക് സെറ്റ് ആവത്തില്ല. എന്നാടാ അവക്ക് കുഴപ്പം? ഓ, അവളുടെ തോട്ടിക്കോല് പോലത്തെ പോക്കോ, വളവളാന്നുള്ള വർത്തമാനവും, പോരാതിനൊരു പേര് അന്ന. പേരിന് എന്നാടാ കുഴപ്പം? ഇത് തന്നെ കുഴപ്പം. അന്നേന്ന് വിളിച്ചാൽ അവളും നോക്കും, അമ്മയും നോക്കും. ഫുൾ കൺഫ്യൂഷൻ. അവനൊന്നും ശരിയാകത്തില്ല. അവനെയാണ് ആലോചിക്കുന്നെങ്കിൽ
അതിനേക്കാളും ഭേദം ആ ജോസൂട്ടിയല്ലേ. ഒന്നുമല്ലേലും അവൻ ആ സാരിയുടെ പരസ്യം എത്ര ഭംഗിയായിട്ടാ ചെയ്തത്. നിങ്ങൾ പിന്നെ ആ സാരിയും പൊക്കി പിടിച്ചോണ്ട് വന്നോ? ഇതങ്ങനെയാണോ? അവൻ എന്നെ ചൊറിചുറുക്കാം. പിന്നെ ആ പേരും ഈശോ. പിന്നെ പേര് ഈശോ, സ്വഭാവം യൂദാസിന്റെയും. ആ ഓഫീസിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവൻ എന്നാ പറഞ്ഞേ? കക്കൂസ് കഴിയുന്ന കമ്പനിയാണെന്നല്ലേ? അത് ശരിയാപ്പാ. അവൻ അപ്പനെ കാണുമ്പോഴതാ ഒരു ചൊറിച്ചില്. അവൻ ആരാന്ന് അവന്റെ വിചാരം? അവന്റെ ഒരു കൊമ്പിക്കുന്നേൽ അഡ്വർടൈസിംഗ് കമ്പനി. പോയി പണി നോക്കാൻ പറപ്പാ. പിന്നെ അവൻ അല്ലേലൊരു എല്ല് കൂടുതലാ. ഇവക്കെ അവനേക്കാൾ നല്ലൊരു പരസ്യക്കാരനെ ഞാൻ കണ്ടുപിടിക്കും. അപ്പാ ഒരു ഫ്ലോയിലൊക്കെ പറഞ്ഞതല്ലേ ഉള്ളു മോളെ. ഇന്ന് ചൊവ്വാഴ്ച, അതുകൊണ്ട് ഇന്ന് നിന്റെ ദിവസം. കോഫി. Here you go. നല്ല കാപ്പി. നീ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഏയ്, അത് ബെറ്റർ ആയൊന്നുമല്ല. 2 ദിവസം വീട്ടിൽ പോയി നിന്റെ മമ്മിയുടെ ഊള കാപ്പി കുടിച്ചോണ്ട് തോന്നുക. ഇനി നീ എന്റെ വീട്ടുകാരെ നെഞ്ചത്തോട്ട് കയറിക്കോ. ഇന്നലെ നീ ഭയങ്കര ഓവർ ആക്ടിങ് ആയിരുന്നേ. ഓ, അതല്ലെങ്കിൽ അഭിനയം നിന്റെ തന്നെ നല്ലത്. എന്തൊരു സോപ്പിടിയിലായിരുന്നു. അല്ല, നിനക്ക് എന്താ എന്റെ അപ്പനോട് ഇത്ര ചൊറിച്ചില്? നിന്റെ അപ്പൻ എന്തിനാണ് കാണുമ്പോ എന്നെ അങ്ങേരുടെ ഊള കമ്പനിയിലോട്ട് വിളിക്കുന്നത്? നിനക്ക് എന്താണ് എന്റെ അമ്മ എടുത്ത കാപ്പി ഊള കാപ്പി, എന്റെ അപ്പന്റെ കമ്പനി ഊള കമ്പനി? അല്ല, കെട്ടണം എന്നെനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഇന്നലെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അമ്മ ചെറുതായിട്ട് നിന്റെ കാര്യം സൂചിപ്പിച്ചായിരുന്നു കേട്ടോ. എന്തോന്നു? ചെറിയൊരു പ്രൊപ്പോസൽ മട്ട്. ഓഹോ, എന്നിട്ട്? ഓ, ഞാനപ്പ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. നിന്റെ കൂടെ ലൈഫ് ടൈം ജീവിക്കുന്ന കാര്യം ആലോചിക്കാൻ കൂടി വയ്യ. ഓഹോ, ആണല്ലേ? സെയിം പിഞ്ച്. അതെ, ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ. ഇച്ചിരി സീരിയസ് ആണ് അപ്പൻ. എന്ത്? അല്ല, അപ്പൻ എന്നെ ലൈറ്റായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. എന്തിന്? കല്യാണക്കാര്യം. ഓ, അതോ? ഒരു വർഷമൊക്കെ ഞാൻ ഈസി ആയിട്ട് പിടിച്ചു നിൽക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിടികൊടുക്കേണ്ടി വരും. 1 വർഷത്തെ സമയമില്ലേ? നമ്മളെന്തിനാ അതൊക്കെ ആലോചിച്ച് ഇപ്പോഴേ ടെൻഷൻ അടിക്കുന്നത്? എന്റെ വീട്ടിലെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെ. മമ്മിക്ക് നിന്നെ അങ്ങ് പിടിച്ചു പോയെന്ന് തോന്നുന്നു. ആണോ? എന്ത് പറഞ്ഞു? ഓ, അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എന്ത് പറഞ്ഞെന്ന് പറ. അങ്ങനെ ഇപ്പൊ കേട്ട് സുഖിക്കണ്ട. അപ്പൊ സുഖിക്കാൻ മാത്രം എന്തോ ഉണ്ട്. കാര്യം അടങ്ങിയിരിക്കും. എന്നാ മര്യാദക്ക് പറ. ഓ, ഒന്നുമില്ല. നിന്നെ സാരി എടുത്ത് കണ്ടപ്പോ മമ്മിക്ക് അങ്ങ് ബോധിച്ചു പോയി. ചുഞ്ഞരിയായിട്ടുണ്ടെന്ന്. ഓ, അതാണോ? അതിപ്പോ ഞാൻ എന്തിട്ടാലും സുന്ദരിയൊക്കെ തന്നെ. ഇറങ്ങും. സുന്ദരി ഇറങ്ങിയാട്ട സ്ഥലം എത്തി. ഹോ, സ്ഥലം എത്തിയോ? സോറി, കൂളിംഗ് ഗ്ലാസ് വെച്ചതുകൊണ്ട് കണ്ടില്ല. ഓഫറും വാങ്ങിയതാ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഫുൾ ഫേസ് കവർ ചെയ്യുന്ന പോലത്തെ ഒരു ഹെൽമെറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നേ. അയ്യോ, ചളി. വൈകിട്ട് സതീഷിന്റെ ഫേവൽ പാർട്ടിയാ. ഓഫീസിലേക്ക് വന്ന ഓസിന് 2 എണ്ണം അടിച്ചിട്ട് വീട്ടിൽ പോകും. ഓ, ഞാനല്ല. നിങ്ങൾ ഈ ആഡ് ഏജൻസി ബുജി ടീംസേ കട്ട ബോർ കമ്പനി. ഞാൻ ക്യാബ് വിളിച്ചോളാം. യു ഹാവ് ഫൺ. ഓക്കേ, സീ യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്തിന്? 8 weeks, 2 months. എന്ത്? അന്ന പ്രഗ്നന്റ് ആണെന്ന്. 2 മാസം. അല്ല,
ആക്ച്വലി ഡോക്ടർ, ഇറ്റ് വാസ് എൻ ആക്സിഡന്റ്. ഏയ് അത് കുഴപ്പമൊന്നുമില്ല. മിക്കവരുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാറ്. മുകളിലുള്ള ആൾ തീരുമാനിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് തന്നെ ഇത്രയും നേരമായിട്ട് ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നീയാണ് തീരുമാനിക്കേണ്ടത്. നീ വേണം പറയാൻ. ഓഹോ, അത് ശരി. ഇതിപ്പോ എന്റെ മാത്രം പ്രശ്നമായി. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടല്ല അതൊക്കെ സംഭവിച്ചത് എന്നാണോ ഞാൻ ഉദ്ദേശിച്ച? അതാണോ ഞാൻ പറഞ്ഞ? ആപ്പാ, നീ എവിടെ ഉണ്ട്? ഞാൻ ഓഫീസിലാ. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് നടക്കുക. എന്താ? അത് കഴിഞ്ഞ് ബസ്സോ ട്രെയിനോ വല്ലതും കാണുമല്ലോ. കയറിക്കോ. നാളെ രാവിലെ നീ ഇവിടെ ഉണ്ടാവണം. രാവിലെ? അപ്പം ഞാനിങ്ങ് വന്നല്ലേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ വിളിച്ചേ. ഇങ്ങോട്ടൊന്നും പറയണ്ട. നാളെ രാവിലെ നീ ഇവിടെ ഉണ്ടാവണം. നീ വീട്ടിലെന്തെങ്കിലും പറഞ്ഞോ? ആരുടെ വീട്ടില്? എൻ്റെ വീട്ടില്. ഞാൻ അത്ര ചീപ്പൊന്നും അല്ല. വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ഈശോ. അതല്ല, നിന്റെ കൂട്ടുകാരികളുടെ അടുത്തോ മറ്റോ എന്തെങ്കിലും പറഞ്ഞോന്ന്. ഓ, പറഞ്ഞു നടക്കാൻ പറ്റിയ കാര്യമാണല്ലോ. അന്നമ്മേ, എന്നാ പറ്റി? ജോൺ കട്ട മസിൽ പിടുത്തമാണല്ലോ. നീ ഇരിക്ക, ഞാൻ കാപ്പി എടുക്കാം. എന്നാ പറ്റിയെന്ന് പറ. ഈശോ, നിനക്ക് എത്ര വയസ്സായെന്നാ നിന്റെ വിചാരം? അതെന്നാ ജോണെ അങ്ങനെ ചോദിച്ച? എനിക്ക് നിന്റെ പ്രായമായപ്പോൾ നീ 10-1 വട്ടം തോറ്റിട്ടിരിക്കുക. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അത് വകതിരിവോടെ കേൾക്കാൻ മാത്രമുള്ള പക്വതയും പ്രായമൊക്കെ നിനക്കായെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, നിന്റെ അമ്മ പ്രഗ്നൻ്റാണ്. എന്തോന്ന്? ആര് പ്രഗ്നന്റ് ആണെന്ന്? എടാ അതെ, ഇന്നലെ അവൾക്ക് ചെറിയ തളർച്ചയും ക്ഷീണമൊക്കെ വന്നിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയതാ. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ശാമുവലാ പറഞ്ഞേ, ഷീസ് പ്രഗ്നന്റ്. കാപ്പി. അപ്പൊ ഇനി എങ്ങനാ കാര്യങ്ങളൊക്കെ? ജോണെ, ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം എന്റെ മുഖം ഒന്ന് ഓർത്തൂടായിരുന്നു? ഇടാവേ, നിന്റെ മുഖം ഓർത്തിട്ടാണോ ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ? ഈ സമൂഹത്തിൽ എനിക്കുള്ള വില അതിനെക്കുറിച്ച് ചിന്തിച്ചോ? അതിന് സമൂഹത്തിൽ നിനക്ക് എന്നാ വിലയാടാ? ഇങ്ങേരും അപ്പൻ എന്താലോചിച്ചിട്ടാ ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ച് വെച്ചത്? എടാ, സ്വന്തം അപ്പനോട് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണോടാ ഇത്? ഇന്ന് 11 മണിക്ക് ഡോക്ടറെ കാണണം, നീയും കൂടെ ഉണ്ടാവണം. ഇതിനാണോ കാറ്റാടി ഇത്ര ധൃതി പിടിച്ച് എന്നോട് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? ഒരു മൂത്ത കുട്ടി എന്ന നിലയ്ക്ക് നിനക്ക് അനിയനോടാണോ അനിയത്തിയോടാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് മോങ്ങനിരുന്ന പട്ടിയുടെ നേരെ തേങ്ങ വീണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. നീ എന്നാ ചൂടാവുന്ന? കാര്യം പറയാണ്ടേ പറയാടോ. ആ, നമ്മുടെ അന്നയില്ലേ? ആര്, നിന്റെ അമ്മയോ? എന്റെ അമ്മ അന്നയല്ല, കുര്യനങ്ങളുടെ മോള് അന്ന. ആ, അന്ന. ആ അന്ന പ്രഗ്നന്റ് ആണ്. ആ ആ, അതെങ്ങനെ? ആ, അതെങ്ങനെ? വന്നാട്ടെ. ഇച്ചയും പോയില്ലേ? ഓ ഇല്ല, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ മീറ്റിംഗ് എന്നെല്ലാം പറഞ്ഞിട്ട്. അതിലും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇവിടെ ഉള്ളപ്പം എങ്ങനെയാ പോന്നെ? എനിക്കറിയായിരുന്നു എന്ത്? ഇച്ചായൻ എന്നെ ഈ അവസ്ഥ വിട്ടിട്ട് പോകത്തില്ലെന്ന്. ആ, ഞാൻ പറഞ്ഞതല്ലേ കുഴപ്പമില്ലെന്ന്. നീ പറയണോ അതോ ഞാൻ പറയണോ? അപ്പം തന്നെ പറഞ്ഞാൽ മതി.
കാര്യം എന്താന്ന് വെച്ചാ പറ. ഇടി നമ്മുടെ അന്നയില്ലേ, ഏത്? ഇടി കുര്യച്ചന്റെ മോള് ആ, അന്ന. അന്ന, അവളും നിന്നെ പോലായി. എന്നെ പോലെയോ? ഇടി അവള് പ്രഗ്നന്റ് ആയെന്ന്. ഈശോ. ആ, ഈശോ തന്നെ. ഇങ്ങോട്ട് നീ, ഇങ്ങോട്ട്. ഇങ്ങോട്ട്